ഹലോ ഗൈസ്, ഇപ്പൊ നമ്മള് പോവാൻ പോകുന്നത് ഇപ്പൊ ഡ്രൈവറിന്റെ അടുത്ത് ക്യാഷ് തന്നെ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ വണ്ടിയും പോയി. ഡോണമ്മയുടെ പരിപ്പിളക്കി ഗൈസ്. ഉച്ചയായി, രാവിലെ പുറപ്പെട്ടതാ. ഇനി ഇവിടുന്ന് 6 മിനിറ്റ് നടക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. പൊട്ടനാന്ന് വിചാരിക്കും, പൊട്ടനെ കെട്ടിയ പൊട്ടിന്ന് വിചാരിക്കും. ഷോട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങള് പ്ലാസ യൂറോപ്പിലെ വന്ന് കുറേ പേരും കാണുന്നു. ലണ്ടൻ ബ്രിഡ്ജ് മാജിക്കൽ ആയിട്ടുള്ള ഒരു മത്സ്യകന്യകയാണ്. മുങ്ങിപ്പോയ പായ്ക്കപ്പല് കുറെ നേരം നടന്ന് ഞങ്ങൾക്ക് ഇതേ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടി. ചപ്പാത്തി ഇപ്പം മരം പോലെ ആയിരിക്കാണ്. നമ്മൾ നിൽക്കുന്നത് റോമിലാണ്. ഇനി നമ്മൾ പോകുന്നത് ഫ്രാൻസിലാണ്. അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് നമ്മുടെ ഫാൻസ് ഒക്കെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ഡിസ്നിലാൻഡ് ത്തിന്റെ ഒരു റൗണ്ട് അബൌട്ടിന്റെ ഉള്ളില് എല്ലാ സ്ഥലങ്ങളുടെ പതാക ഉണ്ട് കേട്ടോ. നമ്മള് ബെൽജിയത്തിൽ നിന്ന് പോണേ. ഇതിന്റെ ഉള്ളിൽ നിറച്ച് പഴങ്ങള് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു നദിയുടെ ഒരു മോഡലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കുടിക്കാം. പോള് പ്ലാസ എസ്പാനിയ എല്ലാം കൂടി പോളി ചേർന്നിരിക്കുമ്പോൾ ഒരു സ്റ്റേജ് ആണ് ഈ ഡ്യൂപ്ലിക്കേഷൻ. ഇത് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്യാണ് ഗൈസ്. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചെടുക്കാം. പെഡൽ ബോട്ടല്ല, മറ്റേ റോബോട്ടാണ്. നമ്മള് റോബോട്ടല്ല, അതൊരു ബോട്ടാണ്. അപ്പൊ വീണ്ടും ഇത് കാണാം. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മള് പോവാൻ പോകുന്നത് എവിടെയാ? നമ്മളൊരു പാർക്കിലേക്കാണ് പോകുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് പോകേണ്ടത് മെട്രോ എടുക്കണം, പിന്നെ അവനീത അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലെത്തണം. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. ബസ് സ്റ്റേഷനിൽ കയറിയിട്ട് വേണം ഒരു വലിയ പാർക്കിലേക്ക് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചാരി മാത്രമല്ല, ചേച്ചി ഞാനൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ എല്ലാവരും മേടിച്ച് കുറിച്ച് പോവാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അവിടെ എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് വഴിയെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, നമ്മള് ഇവിടെ അമേരിക്കയിലെത്തി. നമ്മള് മെട്രോ ഇറങ്ങിയിട്ടോ. നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ മെട്രോയിൽ തന്നെ കേൾക്കാൻ സാധിക്കും. എല്ലാ ദിവസങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം നമ്മുടെ മെട്രോയിൽ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇലക്ട്രിക് ഓവണി ഉണ്ട്. ഇതുവഴി ഞങ്ങള് ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മൾ ഇങ്ങനെ മെട്രോ പോയി, അടുത്ത മെട്രോ അപ്പുറം നമ്മൾ ഇലക്ട്രിക് ഓവണി വഴി മുകളിലോട്ട് പോകും. നമ്മള് ഇനിയിപ്പോ ഇവിടേക്ക് നോക്കണം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എത്ര സമയത്തിലാണ് പോണേന്നുള്ളതൊക്കെ ഇവിടെ ഒരു ടി വി ഉണ്ട്. ആ ടി വിയിലാണ് പറഞ്ഞത്. ഇവിടെ അമേരിക്കയിൽ തന്നെ നമുക്ക് ബസിന്റെ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മുന്നിൽ പോകുന്നത് പടനായകൻ സാംചേട്ടനാണ്. സാംചേട്ടനാണെങ്കിൽ ഞങ്ങളുടെ പടനായകൻ, പടം നയിക്കുന്ന ആൾ. ഇവിടെ തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. 4-ാം നമ്പർ ബസ്സിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ തപ്പി പോവാണ്. ഇതൊക്കെ ബസ് സ്റ്റേഷന്റെ ഉള്ളിലാണ് ഗൈസ്. ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്, കണ്ടില്ലേ? അപ്പൊ നമ്മളത് തപ്പി തന്നെ പോണം. ടൊറേഹോൺ ദെ അർഹോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് ക്യാഷ് തന്നെ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇനി 13 മിനിറ്റ് ഉണ്ട്. ഇവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ട സ്ഥലം. ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഞങ്ങളുടെ 50ന്റെ നോട്ടായതിൻ്റെ പേരിൽ അത് മാറ്റാനായിട്ട് പറ്റത്തില്ല. മെസ്സി കൊണ്ടുകൊടുത്തപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അത് ചേഞ്ച് ആക്കാനായിട്ട് ഓരോ കടകളിൽ ചോദിച്ചു നടക്കുന്നു ഗൈസ്. ഞങ്ങൾ ഒരു കടയിൽ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവിടെ ഒരുപാട് തരത്തിലുള്ള ക്ലോക്ക് ഉണ്ട്. അതിൽ ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ സ്ഥലങ്ങൾ. അതായത് മാൻഡ്രിഡിന്റെ സമയം, പിന്നെ ലണ്ടന്റെ സമയം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബെർലിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ലിസ്ബോണ, പോർച്ചുഗൽ, ഓരോന്നിന്റെ സമയം എഴുതി വെച്ചേക്കണ പല ക്ലോക്കുകളുണ്ട്. അതായത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്ത് വെച്ചേക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് ക്ലോക്ക്. മാൻഡ്രിഡിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കടയായിട്ട് റോദീച്ച. അതിന്റെ ഒരു പാട്ട് തൊളയിതോലും ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കടയാന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അതിനകത്ത് കയറിയിട്ടില്ല.
പക്ഷെ എക്സ്പെൻസീവ് എന്നല്ല, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. ഈ റോദീജയ്ക്ക് തന്നെ ഒരു ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ക്ലോക്കിന്റെ സംഭവമാണ് നമ്മൾ കാണിച്ചത്. നമ്മള് 50 യൂറോണ് കയ്യില് എടുത്തായിരുന്നത്. അപ്പൊ അത് ബസ്സിൽ വെച്ച് മാറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ തപ്പി വന്നപ്പോ റോദീജ എന്ന് പറഞ്ഞ കടയിൽ കേറിട്ടോ. കേറി കഴിഞ്ഞപ്പോ ആ പെണ്ണ് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ 50 യൂറോ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പെണ്ണ് പറയണത് അങ്ങനെ ഞങ്ങൾ മാറ്റത്തില്ല, എന്തെങ്കിലും ഈ കടയിൽ നിന്ന് വാങ്ങിക്കണം എന്ന്. ഇവരുടെ ഒരു ബിസിനസ്, ഒരു ട്രിക്കാണിത്. അങ്ങനെ 50 യൂറോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഫ് കോഫി വേണ്ടെങ്കിലും ഞങ്ങൾ കോഫി ഓർഡർ ചെയ്തു. അത് കോഫി മേടിച്ചുകൊണ്ടിരിക്കുവാണ് ഇച്ചായാലും ചേച്ചി. അമ്മേ, അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ വണ്ടിയും പോയി. അങ്ങനെ നമ്മള് കോഫി കുടിക്കാൻ പോവാണ്. ഡോണമ്മയുടെ പരിപ്പിളക്കി ഗൈസ്, ഛർദിക്കാൻ വരുന്നു. ഡോണമ്മ തളർന്ന മടിയിൽ കിടപ്പായി. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും, എന്നിട്ട് വേണമെങ്കിൽ പാർക്കർ യൂറോപ്പിൽ പോവാൻ. ഉച്ചയായി, രാവിലെ പുറപ്പെട്ടതാ. ബസ് കിട്ടി, ഇപ്പൊ തന്നെ ഉച്ചയായി. ഇനി ഇവിടുന്ന് 6 മിനിറ്റ് നടക്കണം. എവിടെ നിൽക്കുന്ന പണ്ടാണ് തലയ്ക്ക് മുകളിലുള്ള സൂര്യൻ. ഡോണമ്മയുടെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഈ പാർക്ക് ഇവർക്ക് അറിയില്ല. മര്യാദക്ക് പൊട്ടനാന്ന് വിചാരിക്കും, പൊട്ടനെ കെട്ടിയോ പൊട്ടിന്ന് വിചാരിക്കും. അപ്പൊ പൊട്ടിയാന്ന് വിചാരിക്കട്ടെ. വെറൈറ്റി ഷോട്ടുകളൊക്കെ ഇങ്ങനെ തുറന്നു ചെറുതായിട്ട് വഴി തെറ്റി ഗൈസ് ഒരു വെയിലത്ത്. ഡോണമിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും അറിയാൻ പാടില്ല. സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷമം. ഡോണമ്മയ്ക്ക് ഗൂഗിൾ മാപ്പിനെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാനുണ്ട്? ഗൂഗിൾ മാപ്പിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ഈ അവസരം ദുരുപയോഗം ചെയ്യുന്നു. നമുക്ക് എവിടെ എത്തണോ അതിനെ 6 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ച് എവിടെ എത്താത്ത ഗൂഗിൾ മാപ്പാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ എത്തുന്ന അവര് ഗൂഗിൾ മാപ്പിൽ പറയും, പക്ഷെ നമ്മൾ എത്തില്ല. വലിയവനാകുമ്പോ നീ പഠിച്ച് മിടുക്കനാവുമെന്ന് നമ്മുടെ അപ്പനും അമ്മയും പറയണ മാതിരി നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിൾ ആൻറ്റി പറയും. പക്ഷെ ഒരിക്കലും ഗൂഗിൾ ആൻറ്റി സത്യങ്ങൾ പറയില്ല. നമ്മളങ്ങ് വളച്ച് ചുറ്റി കൊണ്ടുപോയി എവിടെ ഇടും. 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് നമ്മളെ കൊണ്ട് നടത്തിപ്പിക്കുന്നതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ ഏറ്റവും വലിയ ഒരിത്. ഗൂഗിൾ മാപ്പിനെ കുറിച്ച് പറഞ്ഞതാ. നമ്മള് ചുറ്റിക്കും. ഗൂഗിൾ മാപ്പിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചതാ. നമ്മള് പാർക്കിന്റെ ബാക്ക് സൈഡിലേക്കാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോ ഫ്രണ്ട് സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എത്തിയിട്ടില്ല. ഞങ്ങൾ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഇത്രയും നേരം കാത്തിരുന്ന വലിയ പാർക്ക്. ഈ പാർക്കിലേക്ക് എത്താനാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ പാർക്കിന്റെ ഉള്ളിലോട്ട് കടക്കുവാണ്. അത്യാവശ്യം വലിയൊരു പാർക്കാണ്. ഈ പാർക്കിന്റെ മാപ്പ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത്. ഇവിടുന്ന് 2 വഴിയാണ് പോകുന്നത്. പാർക്ക് ചെയ്ത യൂറോപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ യൂറോപ്യൻ കൺട്രിയിലെയും എല്ലാ സംഭവങ്ങളും, യൂറോപ്യൻ കൺട്രിയിൽ മാത്രമല്ല എല്ലാത്തിലെയും മെയിൻ സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുത്ത് പോകണ്ട, അവരുടെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇവിടെ നിന്ന് പോയി പോകേണ്ട വഴികളും അതിൻ്റെ പേരുകളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ലാഗോ നമ്മുടെ അവിടുത്തെ ലാഗോ അല്ലല്ലോ? അല്ല പോർത്ത സോള് നമ്മുടെ അവിടെ അല്ലല്ലോ. ഇവിടെ വാഷ്റൂം ഉണ്ട്. നമ്മുടെ മാഡ്രിഡിലെ ഇതാണ് ഇപ്പൊ ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നത്. യൂറോപ്പിലെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ മാഡ്രിഡിലെ പോർത്ത സോള് ഇവിടെ ഉണ്ടാവും, ഈ ലാഗോ ഇവിടെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോന്തരസിലെ ലണ്ടനിലെ പാലം, ലണ്ടൻ, അങ്ങനെ ഒരേ സ്ഥലത്തെ ഉള്ളതുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്തുള്ളത് ഇത് ഈ ഭാഗത്തെ മാത്രം. അതിന് വേറെ കുറച്ച് നീങ്ങിയുമ്പോ ആ ഭാഗത്തെ മാപ്പ് വെച്ചിട്ടുണ്ടാവും. കൊള്ളാം. പുറത്തേത് അൽക്കല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടോ ഇത്? അതാണ് നമുക്കിത് ഈ കൊടുത്തിരിക്കുന്നത്. അൽക്കലയല്ലേ ഗേറ്റ്.
14 നമ്പറാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പേരാണ് തോറെ ദെ ബെലേം. തോറെ ദെ ബെലേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ 15ാമത്തെ ഇടത്താണ് നമ്മൾ നിന്നത്. 14 കഴിഞ്ഞു, 15. തൊറേഹെ ബെലേം എന്ന് പറയുന്ന ഒരു സൈറ്റിന്റെ ഫ്രണ്ടിലാണ് ഇതിന്റെ ഒരു മൊനുമെന്റ് പോലെ കാണിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 1518 കൺസ്ട്രക്ഷൻ. പോർച്ചുഗലിൽ ലിസ്ബണിലുള്ള ഒരു കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ 10 മില്യൺ ആൾക്കാരാണ് താമസിച്ചിരുന്നത്. 1514 കൺസ്ട്രക്ട് ചെയ്തിട്ട് 1520 ഇത് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയത്. ഇതൊരു രാജാവിന്റെ അണ്ടറിലായിരുന്നു. കിങ് ഓഫ് മാനുവേൽ എന്ന് പറയുന്ന രാജാവാണ് ഈ ഒരു തൊറേഹെ ബെലേം എന്ന് പറയുന്ന ഈ ഒരു ലിസ്ബണിലെ ഈ ഒരു മോണുമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 1918 യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഇതൊരു ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ ഇതിന്റെ അടുത്തേക്കൂടെ ഒഴുകുന്ന ഒരു തരം നദിയുണ്ട്. ആ നദിയുടെ പേരാണ് ടാഗസ് എന്ന് പറയുന്നത്. ഒരുപാട് ഇതേപോലെ തന്നെ ഷിപ്സും കാര്യങ്ങളൊക്കെ ഒഴുകുന്ന ഒരു സൈറ്റാണ് ഈ സംഭവം. അപ്പോൾ ലിസ്ബണിലെ ഈ ഒരു തൊറേഹെ ബെലേം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന്റെ ഒരു സൈറ്റാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ വളരെ ഭംഗിയായിട്ടാണ് ഈ തൊറേഹെ ബെലേം എന്ന് പറയുന്ന ഒരു സംഭവം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് അബിറ്റൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു തിങ്ങിക്കൂടിയൊരു പ്രദേശമാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ കാണുക. പിന്നെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്ലാസ ദെ യൂറോപ്പിലെ വന്ന് തൊറേഹെ ബെലേം കാണുന്നു. പോർച്ചുഗലിലെ ലിസ്ബണിലുള്ള തൊറേഹെ ബെലേന്റെ ഒരു ചെറിയ രൂപമാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും ഇതുപോലെ തന്നെയാണ് തൊറേഹെ ബെലേൻ ഇരിക്കുന്നത്. വലിപ്പത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെ. ഇനി നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിലേക്ക് യാത്ര പുറപ്പെടാം. ഹലോ ഗൈസ്, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പുവർത്തെ ദെ ലാ തോരെ ദെ ലോണ്ട്രിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പാനിഷ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ലണ്ടൻ ബ്രിഡ്ജ് 1894 ഈ ലണ്ടൻ ബ്രിഡ്ജ് പണിതത്. അപ്പൊ അത്യാവശ്യം 10 മില്യൺ ഹബിറ്റാറ്റ്സിന് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലണ്ടൻ ബ്രിഡ്ജാണ് പണിതിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒരു മിനിക്കേഷൻ എന്ന് പറയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ലിസ്ബണിലെ തൊറേഹെ ബെലേന്റെ മാതൃക കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ് വന്നത്. ഹെക്ടർ കണക്കിന് സ്ഥലത്താണ് ഈ പാർക്ക് ഉള്ളത്. പക്ഷെ ഓരോ രാജ്യത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും പണിതേക്കുന്നത്. കുഞ്ഞൻ മാതൃകയിലുള്ള ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃക ഇത് എല്ലാവരെയും ആകർഷിപ്പിക്കും, അതിശയിപ്പിക്കും. കാണാൻ തന്നെ ഒരു ദിവസം എടുക്കും. ഇത് ഒരു പ്രത്യേകതരം മാജിക്കൽ ആയിട്ടുള്ള ഒരു മത്സ്യകന്യകയാണ്. അതായത് ഇത് കണ്ണിപ്പോ പതുക്കെ തുറക്കാറായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കണ്ണ് തുറക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റിട്ടേൺ വന്നു കഴിയുമ്പോൾ ഈ മത്സ്യകന്യക കണ്ണ് തുറക്കുമെന്ന് നോക്കാം. അപ്പൊ എന്തായാലും ഈ മത്സ്യകന്യകയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ കണ്ണ് തുറക്കുവാണെങ്കിൽ ഇതൊരു മാജിക്കലാണ്. എന്തായാലും ഈ മത്സ്യകന്യയെ ഞങ്ങൾ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇതിന്റെ കണ്ണ് പൂർണ്ണമായിട്ടും തുറക്കുമെന്ന് അറിയാലോ. മത്സ്യകന്യയെ കണ്ട ശേഷം അടുത്തത് കാണാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇവിടെ സ്നാക്ക് കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് 6-ാം നമ്പറിലേക്കാണ്. അവിടെ ബാർക്കോ വിങ്കിന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലിന്റെ മാതൃകയുള്ള സംഭവം നമ്മൾ കണ്ടു. ഒറ്റപ്പെട്ടോണ്ട് നിൽക്കുന്ന ഒരു പായ്ക്കപ്പല്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് വിക്കിംഗ് ഷിപ്സ് എന്ന് പറഞ്ഞ ബാർക്കോ ദെ വിക്കിം എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് മുങ്ങിപ്പോയ പായ്ക്കപ്പല് എന്നൊക്കെ പറയാം. 7-12 സെഞ്ചുറിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെയുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കപ്പൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടണമെങ്കിൽ കപ്പൽ മാർഗമായിരുന്നു ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു രാജ്യത്തില്ലാത്ത കുറേ സംഭവങ്ങൾ പായ്ക്കപ്പൽ വഴി എത്തിക്കുക, മറ്റു രാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇന്ന് പായ്ക്കപ്പലൊക്കെ വളരെയധികം നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഇപ്പൊ നല്ല നല്ല കപ്പലുകളും ഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പായ്ക്കപ്പലൊക്കെ വളരെ റയറാണ്. അപ്പോൾ അങ്ങനെ ഒരു പായ്ക്കപ്പലിന്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പായ്ക്കപ്പലിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നു. പിന്നെ കണ്ടത് ബുഷുകളൊക്കെ ഇതുപോലെ തന്നെ ആനയുടെയും ഒട്ടകത്തിന്റെയൊക്കെ മാതൃകയിൽ വെട്ടി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കുറച്ചുകൂടി രാത്രി ആയിരുന്നെങ്കിൽ ശരിക്കും ആനേനെ പോലെ തന്നെ തോന്നിക്കും. ബുഷുകൾ വെട്ടി നിർത്താൻ മാത്രമല്ല അതിന് കൊമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കുറെ നേരം നടന്നു. ഞങ്ങൾക്ക് ഇതേ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടി. നല്ല രസമല്ലേ ഫുഡ് കഴിക്കാൻ സ്ഥലം? കുഴപ്പമില്ലല്ലേ? ബെഞ്ചുകളൊക്കെ ഇട്ടിട്ട് തണലുള്ള എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് കഴിക്കാം അല്ലേ? തലേ ദിവസം വീട്ടിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഇപ്പം മരം പോലെ ആയിരിക്കാണ്. കാണിച്ചു തരാം.
പ്രാക്ടിക്കൽ. ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇറക്കാനായിട്ട് ജ്യൂസാണിത്. ജ്യൂസ് ഇങ്ങനെ കഴിക്കേണ്ടി വരും. പിന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി നല്ല അടിപൊളി ചിക്കൻ കറി ആയതുകൊണ്ട് നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ മരത്തണലൊക്കെ കിട്ടി. ഭയങ്കര വെയിലാണ് ഇവിടെ, പക്ഷെ നല്ല മൈൻഡ് പോലും ചെയ്യാനുള്ള ചപ്പാത്തിയിലാണ്. ഇങ്ങനെ കറിയൊക്കെ സൂപ്പറാണ്. ഇനി ഇത് കഴിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കണം. ഫുഡ് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം പിന്നെ പോയത് പാറക്കല്ലിന്റെ ഇടയിലേക്കാണ് കേട്ടോ. കൂർത്തു നിൽക്കുന്ന ഗുഹ പോലെ ഇരിക്കുന്ന കുറേ കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്നു. ഇതൊരു മെയിൻ അട്രാക്ഷൻ സ്പോട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഇറ്റലിയിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് റോമിലാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, റോമല്ല, ശരിക്കും റോമിന്റെ അതേ മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ത്രേവി മൊന്താന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷന് മുമ്പിലാണ്. 1762 ഈ ഒരു ഫൗണ്ടേഷന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈച്ച് ഓഫ് ദി ഡേ 3000 യൂറോസ് വരെ ഈ ഒരു ഫൗണ്ടൈനിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത കപ്പിൾസ് 3 യൂറോസ് വെച്ച് ഡെയിലി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. ഇത് റോമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. റോമൻസിന്റെ ഇടയിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു ഫൗണ്ടെയിൻ ആണ് ത്രേവി ഫൗണ്ടെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് കെട്ടുകഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പോഴും പലതും വിശ്വസിച്ചു പോകുന്നു. ഈ ഒരു ഫൗണ്ടെയിന്റെ ചെറിയൊരു മാതൃകയ്ക്ക് ഇത്രയും വലിപ്പം കാണുമെങ്കിൽ അതിന്റെ വലിയൊരു മാതൃകയുടെ വലിപ്പം ആലോചിക്കുന്നതിനേക്കാൾ കൂടുതലാണല്ലോ. ഒരു നാണയം ഇട്ട് കഴിഞ്ഞാൽ റോമിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നും 2 നാണയം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലവേഴ്സ് ആയിട്ടുള്ളവര് അവരുടെ പ്രണയം സാഫല്യമാകുമെന്നും 3 നാണയം ഇട്ട് കഴിഞ്ഞാൽ അവര് കല്യാണം കഴിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരൊക്കെ ഇതിൽ നാണയം ഇടാറുണ്ട്. ദിവസേന കളക്ട് ചെയ്യുന്നത് 3000 നാണയമാണ്. ഈ നാണയം കത്തോലിക്ക സഭ അവരുടെ ട്രസ്റ്റിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റലിയോട് ബൈ ബൈ പറഞ്ഞു. ഇവിടെ നിറച്ച് സൂര്യകാന്തി ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭംഗി അവിടെ കാണാൻ അറിയാമോ? ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഇനി അടുത്ത സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. റോം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ പാരീസിലേക്ക്. അപ്പോൾ പാരീസിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പാരീസിൽ എന്തൊക്കെ കാഴ്ചകളാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഗൈസ്, നമ്മളിത് എത്തിയിരിക്കുന്നു. അതാ ഫ്ലൈറ്റ്, അതാ ഈ ചായം കുഞ്ഞി. നമ്മൾ ഈവിൾ ടവറിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഫ്രാൻസിലെ എല്ലാവരും കൊതിക്കുന്ന ഈവിൾ ടവർ ഇതാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാരീസിലാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് നമ്മുടെ ഫാൻസൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അല്ല, പാരീസ് കാണാനായിട്ട്. അപ്പോൾ ഈവിൾ ടവർ ലോകത്തിലേക്കും വെച്ചിട്ട് 7ാമത്തെ അത്ഭുതത്തിൽ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇതാണ് കാണുന്നത് ഈവിൾ ടവർ. സോ ഐ ആം സോ എക്സൈറ്റഡ് ഗൈസ്. നമ്മൾ ഇത് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സോണ പിക്നിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കണ്ടിട്ടോ. അത് എന്താണെന്നറിയത്തില്ല, പക്ഷെ ഒരു ചെറിയ പിക്നിക് സ്പോട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ കണ്ണൊടുക്കിയത് മാൻകിൻ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിമയുടെ അടുത്താണ്. ഒരു കുട്ടി മൂത്രം ഒഴിക്കുന്നതാണ് ഈ പ്രതിമയിൽ കാണിച്ചിരിക്കുന്നത്. പുരാതനമായിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളാണ് ഇതിലുള്ളത്. ശത്രുസൈന്യം സ്ഫോടക വസ്തുക്കൾ കൊളുത്തിയിട്ട് നഗരത്തിന്റെ മതിൽ തകർക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു ബാലൻ ആ സ്ഫോടക വസ്തുക്കളിൽ മൂത്രം ഒഴിച്ച് അതിന്റെ ഫ്യൂസ് കിടത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു ബാലന്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചതാണ് മാൻകിൻ പീസ്. നമ്മൾ വന്നേക്കുന്ന സമയം വളരെയധികം ഭയങ്കര നേരത്തെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്പൺ അല്ല. പക്ഷെ ഇവിടെ നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി പാർക്കുണ്ട്. അത് ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ പാർക്കല്ലേ, ഒരു കോമിക് പാർക്കാണ്. ഇതിന്റെ പേരുണ്ടായിരുന്നു ഫ്രാൻസിലെ, മറ്റേ ഡിസ്നി ലാൻഡ്. ഇത് ഡിസ്നി ലാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് കേട്ടോ. യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ സ്ഥലത്തിൻ്റെയും പതാക ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു വൃത്തത്തിന്റെ ഒരു റൗണ്ട് അബൌട്ടിന്റെ ഉള്ളില് എല്ലാ സ്ഥലങ്ങളുടെയും പതാകയുണ്ട് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു കാഴ്ച സമ്മാനിച്ചു. യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ കൺട്രികളുടെയും പതാകകളും അതിന്റെ കൺട്രീസിന്റെ പേര് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു റൗണ്ട് അബൌട്ടാണ് പിന്നെ കണ്ടത്. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ബെൽജിയത്തിലാണ്. ബെൽജിയത്തിലെ ആറ്റത്തിന്റെ ഒരു മാതൃക ഇവിടെ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. അതായത് ആറ്റോണോമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സ്റ്റീൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാതൃകയാണ്. ഇവിടെ ഒരുപാട് പിള്ളേര്
നിന്ന് ആറ്റത്തിന്റെ പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആറ്റത്തിന്റെ ഒരു മോഡല്. ബെൽജിയത്തിന്റെയും ബ്രസൽസിന്റെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടന്നു കഴിഞ്ഞ ശേഷം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു യുദ്ധം വരില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിന് പുറത്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു മാതൃക. നമ്മള് ബെൽജിയത്തിൽ പോണ ഇവിടെ ഒരുപാട് പൂക്കള് എല്ലാ ഗാർഡന്റെ എല്ലാം മറ്റേ ഏരിയാസിലും പൂക്കളൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്ത സ്ഥലത്തേക്കാണ്. എല്ലായിടത്തും ചില സമയങ്ങളിൽ കൊടുത്തിരിക്കും എന്തിട്ടാ ഇവിടെ എന്നുള്ളത്, പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് പൂർത്തിയാക്കിയിട്ടില്ല. ഫോട്ടോ സ്പേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ഇച്ചായം പറയുന്നു, പക്ഷെ രസമുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പഴങ്ങള്. എന്ത് പഴം അറിയാമോ? എനിക്ക് ആ പഴം വേണം. ഇച്ചായൻ്റെ ആ പ്രകടനത്തിന് മുമ്പിൽ പഴങ്ങൾ വരെ തോറ്റുപോകും. എന്ത് പഴാന്ന് അറിയാൻ പാടില്ല, കുറേ പഴങ്ങളുണ്ട്. ഓക്കെ, ഞാൻ സഹായിക്കാം. എന്തൊക്കെയോ ഒരു പഴങ്ങളാണ്. പഴം കഴുകിയാലോ? ഇത് എന്ത് പഴാന്ന് അറിയത്തില്ല, പക്ഷെ നമുക്കൊന്ന് കഴുകിയിട്ട് കഴിക്കാം. ഇല്ല, ഈ പഴം ഞാൻ കഴിച്ചിട്ടുണ്ട്, എൻ്റെ പേരറിയാൻ പാടില്ലെന്നുള്ളൂ. അവിടെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കൊച്ചു നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഓല un momento. പഴം വേണോ? നമ്മൾ ഇപ്പോൾ അറയോ ആർഹോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നദിയുടെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഈ നദിയാണ് ഇതിവിടെ ഇരിക്കുന്നത്. വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു നദിയുടെ ഒരു മോഡലാക്കി വെച്ചിട്ട് അറയോ ആർഗോസ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു നദിയുടെ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പണിതിട്ട് അവർ നദിയാക്കി എടുത്തേക്കണല്ലേ. മോഡലാക്കി വെച്ചാ എങ്ങനെ അങ്ങനെ സാധിക്കണമല്ലോ? ഇത്രയും വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതേ രീതിയിൽ വെട്ടിയൊക്കെ നിർത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഇവിടെ പ്രാവിന് എനിക്ക് പേടി. പ്രാവും കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണോ ആ നദി ഉള്ളത് അതേപോലെയാണ് അവര് ഈ നദീനെ ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ഈ മത്സ്യകന്യയുടെ കണ്ണ് തുറക്കണത് നോക്കാനായിട്ടാണ് ഓടി വന്നത്. എന്താണ് ഈ മുകളിൽ കിടക്കുന്ന കുറെ കുഞ്ഞുങ്ങള് ഹണി സിംഗിന് പോലെ ഡാൻസ് കളിക്കുന്നു. ചായ കുഞ്ഞ് കുപ്പി പൊട്ടിക്കരുത്, പുതിയതാണ്. അപ്പൊ നമ്മള് മത്സ്യകന്യയുടെ ഫ്രണ്ട് കണ്ടു. കാല് ചെരിപ്പൊക്കെ ഇട്ട മത്സ്യകന്യകയാണ്. ഒരു വെറൈറ്റി മത്സ്യകന്യകയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ കയറാം. ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ മത്സ്യകന്യകയുടെ പുറകെ നിന്നുള്ള വ്യൂ. മത്സ്യകന്യ കണ്ണ് തുറന്നോ നോക്കാം. പാ, ചേച്ചി പറഞ്ഞു മത്സ്യകന്യകയാന്ന്. മത്സ്യകന്യകയുടെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് 5:30 ആയിട്ടും മത്സ്യകന്യയുടെ കണ്ണ് ഇതുവരെ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിറയ്ക്കാൻ പറ്റി. നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കുടിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ലതായിരിക്കും. കാരണം ഡീഹൈഡ്രേഷൻ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കുപ്പിയൊക്കെ ആയിട്ട് പോയേക്കണത്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് കഷ്ടത്തിൽ വെച്ച് നടക്കാം. എന്താ അത്? ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. ഇത് പ്ലാസ ദെ എസ്പാനിയാണ്. നമ്മൾ പ്ലാസ ദെ എസ്പാനിയയിലേക്ക് പോയിട്ടില്ല, പക്ഷെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ആസ്റ്റൂരിയസ്, പൈസ് വാസ്കോ, എസ്ട്രാമദൂര, നവേര, ബെലേരാസ്, ഗലീസിയ, കത്തലൂഞ്ഞ, മൂർസിയ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കാസാസ് റിലിഹേൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു ഫോമാണ് ഇവിടെ കാണുന്നത്. പിന്നെ എനസ്ത പ്ലാസ ദെ എസ്പാനിയ തമ്പിയൻ പോദ്രെ എൻകോൺട്രർ റിപ്പബ്ലിക്കാസ് എസ്ത. പിന്നെ അതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ റിലിഹൻസ് ഭാഗങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് പൂർണ്ണ രൂപമാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ പോയി നോക്കാം.
ഇതെന്ത് മാതൃകയാന്ന് വിചാരിച്ച് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതൊരു റെസ്റ്റോറന്റ് ആണ്. നമ്മൾ കാണാനായിട്ട് പോകുന്നത് റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് കേട്ടോ. പ്ലാസ മയൂർ, സോള് എല്ലാം കൂടി ചേർന്ന ഒരു ഭാഗമാണ്. സോളിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ ആണ് ഈ കാണുന്നത്. ശരിക്കുള്ള മാതൃകയിൽ സോൾ എങ്ങനെയാണോ അതേപടി തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോള്, പ്ലാസ എസ്പാഞ്ഞ എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണ്. അതായത് സോളിന്റെ വീഡിയോ നമ്മൾ എടുത്തിരുന്നു. 12 മണിയാകുമ്പോൾ 12 നമ്മൾ തിരിഞ്ഞത് സോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എടുത്തിരുന്നു. അതിന് ചെറിയ രൂപമായിട്ട് ഈ കാണുന്നത്. ഇതെന്താ? സോളിന്റെ ചുറ്റും ഇതുപോലുള്ള മാതൃകയില് കുറെ കാസാസ് ഉണ്ട്. കാസാസ് എന്ന് പറഞ്ഞ വീടുകൾ, ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റുകൾ, ഫ്ളാറ്റുകളൊക്കെ അതിന് ചുറ്റും കാണാനായിട്ട് സാധിക്കും. താഴെ കാണുന്ന വെർഷൻ അല്ല കേട്ടോ, മുകളിൽ കാണുന്ന വെർഷൻ പച്ച പെയിന്റ് അടിച്ച ആ ഒരു ബിൽഡിങ്സ് ഒക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പണ്ടത്തെ സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തില് ഡാൻസ്, നൃത്ത പരിപാടികളൊക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഡ്യൂപ്ലിക്കേഷൻ. അങ്ങനെ ഒരു സ്റ്റേജിന്റെ ഡ്യൂപ്ലിക്കേഷൻ അത്രേ ഉള്ളൂ. അതെ അതെ, അങ്ങനെ ഒരു സ്റ്റേജ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ നടന്നു പോകുന്നത് സ്റ്റേജിലേക്കാണ്. ആളുകളെല്ലാം കൂടിയിരിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള ഈ ഒരു സർക്കിളിലാണ്. ഒരു തിയേറ്റർ മാതൃകയിലാണ് ഇവിടെ ഈ സംഭവം പണിത് വെച്ചിരിക്കുന്നത്. വാദ്യോപകരണ മേളകള്, നൃത്തങ്ങള്, മാജിക്കുകള് എല്ലാം നടക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് എന്ന് പറയാനായിട്ട്. കാണികളെല്ലാം ഇരിക്കുന്നത് ഈ സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പണ്ടത്തെ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ. നമ്മളിത് ഇപ്പൊ പോകാൻ പോകുന്നത് ബോട്ടിന്റെ അടുത്താണ്. അവിടെ കുറെ ബോട്ടുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു റോപ്പ് വേ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് റോപ്പ് വേ ഉണ്ട്. ചെയ്യാം, നല്ല രസമുണ്ടല്ലേ. ഇച്ചൻ കേറിപ്പോ, ഞാൻ ഇറങ്ങി വരാം. ഇച്ച റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്യാണ് ഗൈസ്. ഇവിടെ റോപ്പ് വേ ഉണ്ട് കേട്ടോ, അതിൻ്റെ അറ്റം ദേ അങ്ങാണ്. ഇവിടെ പക്ഷെ ആൾക്കാരൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ കുറെ ബോട്ട്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഗൈസ്, ഇനിയുള്ളത് ഇച്ചായൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, ബോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറേ ഇതേ പഴങ്ങൾ കണ്ടു. ഈ പഴത്തിന്റെ പേരാണ് ആപ്പിൾ. ഇത് ഇല കാണാത്തോണം നിറച്ച് ഫ്രൂട്ട് ഉണ്ടാക്കിയാണ്. ആപ്പിളിന്റെ ഫ്രൂട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയല്ലേ. നമുക്കൊരെണ്ണം പൊട്ടിച്ചെടുക്കാം, വീട്ടിൽ ചെന്ന് തിന്നാം. ബോട്ടിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഇച്ചായന്റെ ഫീൽഡിനെ കുറിച്ച് എന്താണ് ഇച്ചിന് പറയാനുള്ളത്? ഇത് പെഡൽ ബോട്ടാണ്. ഇത് പെഡൽ ബോട്ട്. ഓക്കെ, പെഡൽ ബോട്ടല്ല, മറ്റേ റോബോട്ടാണ്. നമ്മള് റോബോട്ട് അല്ല, അതൊരു ബോട്ടാണ്. റോയിങ് ബോട്ട്, ബോട്ടാണ്. അതിന് അവിടെ സ്ഥലമാണ്. ടിക്കറ്റ് എടുത്ത് നമുക്ക് തുടങ്ങാം, അത്രേ ഉള്ളൂ. ഇതൊരു പേരയ്ക്കാണ് ഗൈസ്, ഞാൻ തിന്നു നോക്കി. പേരയ്ക്ക. ഇവിടെയാണ് ബോട്ടിങ് നടക്കുന്നത്. ബോട്ടിങ് നടക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയുക, ലണ്ടൻ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ അതിൻ്റെ സമയമാവാത്തതുകൊണ്ടാണ്. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. ചെറിയൊരു തുഴഞ്ഞുള്ള രീതിയിൽ ഇവിടെയൊക്കെ ബോട്ട് കൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിൻഡ് മില്ലാണ് കേട്ടോ. അപ്പോൾ വിൻഡ് മില്ല് കാണാം. അപ്പോൾ നമ്മൾ വിൻഡ് മില്ലിൻ്റെ അടുത്ത് തന്നെ എത്തി. അത്യാവശ്യം 3 വിൻഡ് മില്ലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പലതും പല രീതിയിലാണ് ഇവർ വെച്ചേക്കുന്നത്. വിൻഡ് വരുമ്പോൾ വിൻഡ് മില്ല് കറങ്ങും, അതിനാണല്ലോ വിൻഡ് മില്ല് എന്ന് പറയുന്നത്. ഞാൻ അടിപൊളിയായിട്ട് ഓരോ ഷോർട്സും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിൻഡ് മില്ലാണ് ഇവിടെ കാണുന്നത്. നല്ല കാറ്റുണ്ട്. നമ്മൾ വിൻഡ് മില്ലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയാക്കിയാണ് ഇവർ വെച്ചേക്കുന്നത് ഓരോ വിൻഡ് മില്ലും. ഏകദേശം ഞങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഒരു പാലം കൂടി ഉണ്ട്. ആ പാലം കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായി. ഇവിടെ ഒരു കുഞ്ഞിപ്പാലുണ്ട് ഗൈസ്, അത് അടച്ചിട്ടേക്കുവാ. ഇത് അഡ്വഞ്ചർ സ്പോർട്ടിന് സെന്റർ ആണെന്നാണ് ചായൻ പറയുന്നത്. ഈ ചായനയുടെ ഫ്രെയിം നോക്കിയിട്ട് ഫ്രെയിം വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു പ്ലാനാണ്. ഇത് റോപ്പ് വേ ആണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നപ്പോൾ ഇതൊരു കളർ ബോർഡ്, ഇങ്ങനെയുള്ള ഗെയിമിംഗ് സെന്റർ ആണ് പിള്ളേരുടെ. എന്താ ലേസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലബറിൻതോ.
ബാക്കി എന്ത് ലേസർ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യണം. ആഹാ. അപ്പൊ ലേസർ ഗണ്ണ് ഷൂട്ട് ആയി കഴിഞ്ഞാൽ അയാള് ഇവിടെ ഫുവാന അവന്തൂര എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ബേർഡ്സിൻ്റെ ഒരു സംഭവമുണ്ട്. ഇത് അടച്ചിട്ടേക്കുവാണ്. തുറക്കണ സമയം എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കൈമ പരുന്തിനൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ തത്തമ്മയുണ്ട്. വൈൽഡ് കാറ്റ് ഉണ്ട്. ആഹാ. പിന്നെ ലോങ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജും കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഓടി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. Till then, take care. Bye. Bye.